ഉദ്ദേശം മോനെ നിന്നെ ഒത്തിരി തന്നെയാ. എന്നെ തോപ്പിച്ചണ്ട് ഇവളാടൊന്ന് ചിവിടെ കയറി സാമതിച്ചുകളയാന്ന് കരുതി ഇല്ലടാ. ഇല്ല. പിന്നെ ഇവളെ വിളിച്ചണ്ട് ഇങ്ങാട്ട് വന്നതിന്റെ ഉദ്ദേശം നനക്കതിനുള്ള ചങ്കുറപ്പങ്ങനെ ഉണ്ടായി. എന്റെ അച്ഛനും അമ്മയും അല്ലേ ഇവിടെ ഉള്ളത്. നിങ്ങൾ രണ്ടുപേരും സമ്മതിക്കുകയാണെങ്കിൽ. സമ്മതിച്ചില്ലെങ്കിലാ ഞങ്ങള് കാലമേ വീണിട്ട് അങ്ങോട്ട് മാപ്പ് ചോദിക്കാം. എടി കൊച്ചുവാവക്കൊരു തന്തേ ഉള്ളു. നിങ്ങളുടെ കോലാത്ത മുറിയിലിട്ട് വെട്ടിക്കണ്ടിച്ചു കൊന്ന കൊച്ചിരാമൻ. അതുപോലെ ഒരു വാക്കും വിളിച്ചണ്ടിറങ്ങണ പുറത്ത്. എങ്ങാട്ട് പോണ്? മുറിയിൽ നിന്നൊരു പുസ്തകം എടുക്കണം. മാളികയിൽ ഉണ്ണികൃഷ്ണന്റെ വകയാണ്. അങ്ങാട്ട് കയറാൻ പറ്റുകയില്ല. ഈ വീട്ടിലുള്ളതൊക്കെ കൊച്ചുവാവയുടെ വകയാണ്. ഉണ്ണികൃഷ്ണന്റെതേ അമ്പാടിയിലാണ്. അങ്ങാട്ട് എല്ലാം പറ. അമ്മേ, ആ മേശപ്പുറത്തിരിക്കുന്ന വലിയ പുസ്തകം ഞാൻ ഉണ്ണികൃഷ്ണനോട് വാങ്ങിയതാണ്. അതവന് കൊടുത്തേക്കണം. ഇതൊക്കെ പറഞ്ഞിട്ട് നീ എവിടെ പോകാൻ പോകേണ്ടതാ പൊന്നു മോനെ? എവിടെയെങ്കിലും പോയി ചാകട്ടടി. അവളെ വിളിച്ചോണ്ട് ഇറങ്ങണ പുറത്ത്. യാത്ര ചോദിക്കില്ലതേ. വരട്ടെ. എന്ത് ദേവി. മുണ്ടരുത് ഇവിടെ. ഞങ്ങൾ പോകുന്നു. നെല്ല് ഇതും കൂടെ കേട്ടാണ്ട് പോയാ മതി. പുറത്ത് കണ്ടാ നിങ്ങളെ ഞാൻ പോലീസിൽ പിടിപ്പിക്കും. പ്രായപൂർത്തിയാകാത്തവരാണ്. കൊലാത്ത് മുറുക്കാനാണെങ്കിൽ മോനെ കൊച്ചുവാവ പൊറുപ്പിക്കുകയല്ല, പുകച്ചു പുറത്തി അടിക്കും. ഇന്നവിടെ ഇട്ട് ഞാൻ ചാരായം വാറ്റ് തുടങ്ങും. രാപകലാളായിരിക്കും. പോയെന്ന് പുറത്തു നോക്ക്. ചെല്ല്. അയ്യോ, അവനെ അങ്ങനെ വിടരുത്. ഉമ്മക്കൊരു മകനേ ഉള്ളൂ. ഈശ്വരനെ വിചാരിച്ച് അവനെ തിരിച്ചു വിളിക്ക്. രണ്ടുപേരും കൂടി എവിടെ പോയിട്ട് മണ്ണ്? ഞങ്ങൾ വീട്ടിൽ പോയിരുന്നു. എന്റെ ഭഗവാനെ. എന്നിട്ട് അച്ഛനെ കണ്ടു, അമ്മയെ കണ്ടു, വീട് കണ്ടു. അങ്ങനെ കാണേണ്ടതെല്ലാം കണ്ടു. എന്നിട്ട് പിന്നെ എന്താ പോന്ന്? അവിടെ താമസിപ്പിക്കില്ലെങ്കിൽ പിന്നെന്താ ചെയ്യാ?